അമ്മ ഇവിടെ ഉണ്ടേ. വാവോ വാവോ വാവോ. താമരക്കുമ്പിളല്ലോ മാമന്റെ ഹൃദയം. മാമന്റെ ഹൃദയം അവിടെ വൃക്കയാണ്. വൃക്കയൊക്കെ അങ്ങനെ വിട്ട് കുടിച്ചില്ല. താമരക്കുമ്പിളല്ലോ മമ്മ ഹൃദയം മോളെ പുഷ്പേ. ദൈവമേ, ഇന്നും 4 കാലിലാണല്ലോ എന്റെ കെട്ടിയോന്റെ വരവ്. അല്ല പിന്നെ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോ പറ്റിയ പാട്ടും തന്നെയാണ് പാടിയത്. താമരക്കുമ്പിളല്ലോ അല്ലിയാമ്പൽ കടവിലങ്ങരയ്ക്കൂ വെള്ളം. അരക്കല്ല വെള്ളം, ഇങ്ങനെ കഴുത്തിന്റെ അവിടം വരെ മുട്ടി നിൽക്കുകയാണ് നിങ്ങളെ വെള്ളം. വേണ്ട, നിങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ച് സൂയിച്ച് വല്ല ഓടക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിയാ മതി. ഓടക്കകത്ത് കിടക്കണ സുഖോ പഞ്ചായത്തോടെ കാരണം ഈ വീതി വരും. ഇതിലവിടെ ഇങ്ങനെ നടന്നുപോയി മൂക്കിടിച്ച് വീണ് അതിനകത്ത് ചുരുണ്ട് നവജാത ശിശു കിടക്കണ അവസ്ഥ നീ ഒന്ന് കിടന്നു നോക്കിയാലേ നിനക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ വീട്ടിനകത്ത് കാണിക്കുന്ന പേക്കൂത്ത് മുഴുവൻ നാട്ടിൽ മുഴുവൻ കണ്ടോണ്ടിരിക്കണം എന്നുള്ള ഓർമ്മ വേണം നിങ്ങൾക്ക്. ഇവിടെ കാണിക്കണ എല്ലാം നാട്ടുകാർ കാണുന്നുണ്ടോ? അപ്പൊ ഇത് എന്റെ ഹൗസ് ആണോ അതോ ബിഗ് ജോസ് ഹൗസ് ആണോ? അപ്പോൾ നമ്മൾ കണ്ടസ്റ്റൻസ് ആണല്ലോ. അതെ, ഞാൻ കണ്ണീർ സ്ട്രാറ്റജി എടുക്കാനാണ് എന്റെ പുറപ്പാട്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ കളിച്ചാൽ ഞാൻ ഇൻജക്ഷൻ റൂമിൽ കയറ്റി എവിക്റ്റ്. അങ്ങനെയാണെങ്കിലേ എനിക്ക് അത്രയും സന്തോഷം. നിങ്ങൾ എവിക്റ്റ് ചെയ്താൽ എനിക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ. സുന്ദരി സുന്ദരി നിന്റെ വെട്ടും. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, പാടാൻ കഴിവുണ്ട്, എഴുതാൻ കഴിവുണ്ട്. അതാണ്ട് എഴുതി കൂട്ടി വെച്ചിരിക്കുകയല്ലേ മൊത്തം. ഇപ്പോഴാണെങ്കിൽ ഇലക്ഷന്റെ സമയമാണ്. നിങ്ങൾ 10 പാർട്ടിക്ക് 10 പാട്ട് എഴുതി കൊടുത്താൽ 10 പൈസ കിട്ടും മനുഷ്യ. എങ്ങനെയാണ് കള്ളം എഴുതി കൊടുത്ത് ജീവിക്കണത്? നിങ്ങൾ മുമ്പ് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. യവന്മാർ അത് ചെയ്യാ ഇത് ചെയ്യാന്നൊക്കെ വന്ന് എന്നോട് പറയും. ഞാൻ ഇരുന്ന് എഴുതി കൊടുക്കും. ഇതെല്ലാം കേട്ട് നാട്ടുകാർ വോട്ട് ചെയ്യും. യവന്മാർ ഇതൊന്നും ചെയ്യാതെ വരുമ്പോ ഈ നാട്ടുകാരുടെ പ്രാക്ക് മൊത്തം എനിക്കല്ലേ എഴുതി കിട്ടണം. നീ അതിന്റെ ചോറ് തിന്നുന്നില്ലേ പുഷ്പമോളെ? കൊച്ചിനെ വല്ല വിധേനയാണ് ഞാൻ ഉറക്കി കിടത്തിയിരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായ? നിങ്ങൾ സംസാരിക്കരുത്. മര്യാദക്ക് ഇവിടെ നിന്ന് ആട്ടിയാ മാത്രം മതി. നിങ്ങളടുത്ത് നിങ്ങൾ അരയിട്ടാട്ടാനല്ല പറഞ്ഞത്. കൊച്ചിന്റെ ഇത് പിടിച്ചാട്ട്. അച്ഛന്റെ തുമ്പി എനിക്ക് തയ്ക്കണം. അച്ഛന്റെ പണ്ടാടി. പ്രിയമുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിലെ 3ാം വാർഡിൽ മത്സരിക്കുന്ന പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മന്മഥനിത വോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വീടാന്തരം അദ്ദേഹം കയറിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സാരഥി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് അദ്ദേഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ, ബക്കറ്റ് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരു ഫോട്ടോ എടുത്തോട്ടെ. അല്ല, എന്താണ് ഫോട്ടോ എടുക്കുന്നത്? അല്ല, നിങ്ങളെ പിന്നെ കാണാൻ കിട്ടില്ല, എടുത്തു വെച്ചേക്കാണ്. അതുകൊണ്ടാണ്. അറിയാലോ, ബക്കറ്റ് തന്നെ കുത്തണം. ബക്കറ്റ് കുത്തിയാ പൊത്തു പോകൂലേ? ബക്കറ്റ് അതല്ല, ചിഹ്നമാണ് ബക്കറ്റ്. അതിലെ ചിഹ്നം. ഓഹോ, ബക്കറ്റ് തന്നെ കുത്തണം. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ നിന്ന് ആരും വന്ന് നിങ്ങൾക്ക് കുത്തൊന്നുമില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് വോട്ട് തരൂല. വോട്ട് തരൂല. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരണത്? അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാന്ന്. ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് വിമാനത്തിലൂടെ ഈ വീടിന്റെ മരത്തെ കൂടെ ഇങ്ങനെ അങ്ങ് പോവും. അപ്പൊ ഞാൻ അതിനകത്ത് കുനിഞ്ഞിങ്ങോട്ട് നോക്കും. എന്നിട്ട് പറഞ്ഞ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകും. ഒളിഞ്ഞു നോക്കാതെ നിന്റെ ഭാഗ്യം. തരാൻ പറ്റൂല. ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ, ഇവിടെ നല്ല ആശുപത്രി ഉണ്ടോ? ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ? ഒരു റോഡുണ്ടോ? ഒരു തോടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, 5 വർഷം നിങ്ങളല്ലേ ഭരിച്ചത്? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? നമ്മളോട് ചോദിക്കാനേ. ഞാനല്ലേ ഭരിച്ചത്, ഞാൻ വിട്ടുപോയത്. ഈ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം. വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വീടുകളിലും ഞാൻ വെള്ളം എത്തിക്കും. വെള്ളമല്ല വേണ്ടത്, വള്ളമാണ് വേണ്ടത്. എന്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മൊത്തം വെള്ളം അറിയാമോ? ഞാൻ മറ്റേ തോട് കെട്ടിയിട്ടുണ്ടല്ലോ. തോട് പറയല്ലേ, ഈ കായലിൽ കിടക്കണ വെള്ളം ഇങ്ങോട്ട് വരാനാണോ ഇവിടെ കിടക്കണ വെള്ളം കായലിലോട്ട് പോകാനോ നിങ്ങൾ ഈ ഓട് കെട്ടേക്കണം? അല്ല, അറിഞ്ഞോത്തോണ്ട് ചോദിക്കണേ. ഇത് ഓടാ? ഞാൻ ഉണ്ടാക്കിയ തോടാണ്. ഉണ്ടാക്കിയ തോട്? ഇവിടെ എന്താണ്ട് ഒരു കുറവ്. നിങ്ങളെ കുറവ് തന്നെ. ഇവിടെ പുലി ഇറങ്ങി അറിഞ്ഞാ? പുലി ഇറങ്ങിയ
എന്ന് പുലി ഇറങ്ങി? എന്ന് പുലി ഇറങ്ങിയെന്ന് നിങ്ങൾ ഈ പഞ്ചായത്തിൽ പറഞ്ഞതിനെക്കാട്ട് കൂടുതൽ പുലി ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ചിഹ്നം ബക്കറ്റ്, അറിയാലോ? ബക്കറ്റ്. നീ മുമ്പ് ഒരു പാട്ട് എഴുതി തന്നിട്ടുണ്ട്, പാട്ട്. അതിലാണ് ഞാൻ വിജയിച്ചത്. അതുകൊണ്ട് നീ ഒരു പാട്ട് എഴുതി തരണം. ഇല്ല, എന്റെ പേന നിങ്ങൾക്ക് വേണ്ടി നീ ചലിക്കത്തില്ല. ഒരു പാട്ട് എഴുതി താടാ. ഇല്ല, ചലിക്കത്തില്ല. നീ പാട്ട് എഴുതി തരൂല. അത് തന്നെ. എന്ത് ചെയ്യൂന്ന് പറയല്ലേ? ചലിക്കൂല. അത്തന്റെ അളിയനാണെങ്കിലേ അമേരിക്കയിൽ നിന്ന് വന്ന് ഒരു കുപ്പി വീട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്യാനെന്ന് പറ. ഇതാണെങ്കിൽ കുപ്പി എനിക്കാണെങ്കിൽ വെറുതെ വീട്ടിൽ കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ നിന്നുണ്ടെന്ന കുപ്പിയാണ്, അതാണ് വേറെ. 4 വരി സെറ്റ് ആക്കിയിട്ടുണ്ട്, ബാക്കി പിന്നീട് മതിയാ. എഴുതിയാ? പിന്നെ 4 വരി സെറ്റ് ആക്കി. ബക്കറ്റ് ബക്കറ്റ് എഴുതിയാ? സെറ്റപ്പ് പാട്ട് നോക്കട്ടെ. അതായത് ബെൽബറ്റ ബെൽബറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ തമിഴിലെ. വെൽവെറ്റ, വെൽവെറ്റ. ലേലക്ക് ലേല. പുഷ്പ ഇങ്ങോട്ട് വന്നാണ്. ഈ ലേലക്ക് ലേലക്ക് മെമ്പറെ പിടിച്ച അച്ഛന്റെ തുണ്ടരി ലേലക്ക് ലേലക്ക് ലേല. ആ ലേലക്ക് ലേലക്ക് 1 2 3 4 ലേലക്ക് ലേലക്ക് ലേ 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 ലേലക്ക് ലേലക്ക് ലേ 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 ബക്കറ്റ ബക്കറ്റ എന്റെ ചിഹ്നം ബക്കറ്റ ബക്കറ്റിലോട്ട് കുത്തിത്താ മന്മഥൻ വന്നിട്ടാ 3-ാം വർഷം നിന്നിട്ടാ ബക്കറ്റിലോട്ട് കുത്തിത്താ വാഗ്ദാനം ചുമ്മാ നൽകൂല നൽകിയാൽ എല്ലാം ചെയ്തിടും കക്കൂസ് നൽകിയിടും കുളിമുറികൾ കെട്ടിയിടും തുണി നനയ്ക്കാൻ കല്ലുകൾ നൽകിയിടും ഡും 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 ലേലക്ക് ലേലക്ക് ലേ 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 ലേലക്ക് ലേലക്ക് ലേ 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 ലേ. അടിപൊളി അടിപൊളി സൂപ്പർ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ? എന്താണ്? അവളുടെ ഏലക്ക. അല്ല, അവളുടെ ലേലക്ക. അത് അടിപൊളിയാണ്. അപ്പം ഇക്കൊല്ലം ഞാൻ വിജയിക്കും. ഓക്കെ ഓക്കെ, പോവാം. വിളിക്കടാ ബക്കറ്റ് ചിഹ്നം. അച്ഛന്റെ ലേലക്ക് ലേലക്ക് ലേ 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 ലേ. അച്ഛന്റെ പൊന്നാണി തുന്തരിയാണി. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സ്ഥാനാർത്ഥി മീനാവൻ ശങ്കരൻ ഇതാ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളുടെ ചിഹ്നം പാൽക്കുപ്പിയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, മീനാടൻ ശങ്കരൻ ചിഹ്നം പാൽക്കുപ്പി. മാവേലിക്ക് ശേഷം തോന്നിപ്പിച്ച നമസ്കാരം. എന്നെ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാൻ പാൽക്കുപ്പി. എടി പുഷ്പ, കണ്ണാടി വെച്ചൊരു പാൽക്കുപ്പി എടുത്തു വെച്ചാ മക്കൾക്ക് കൊടുത്താ. അയ്യോ, അതല്ല, എന്റെ ചിഹ്നമാണ് പാൽക്കുപ്പി. ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് മീനാടൻ ശങ്കരൻ. ഓ, നല്ല പേര്. കേട്ടിട്ടുണ്ടാവല്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അയ്യോ, മീനാടൻ ശങ്കരനാണ്. അതെ, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. മറ്റൊന്നും കൊണ്ടല്ല, ഇതിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ചവരൊക്കെ, ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചവരൊക്കെ ഈ പഞ്ചായത്ത് ഭരിച്ചു മുടിച്ചില്ലേ? അത് തുടർന്നു കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തേ ഇത് കണ്ടിന്യൂ ആണോ ഈ പരിപാടി? അല്ല, അങ്ങനെയല്ല, അത് തുടരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തേ പറ്റൂ. ഇപ്പൊ കറക്റ്റ്. അതെ അതെ. പിന്നെ ഞാനൊരു കാര്യം എനിക്കറിയാം. ഒന്നും കൊണ്ടല്ല, താങ്കൾ വലിയൊരു കലാകാരനെന്ന് എനിക്കറിയാം. താങ്കൾ ഏതൊക്കെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ പാട്ട് എഴുതിയിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ച ചരിത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്കും ഒരു പാട്ട് എഴുതി തരണം. എനിക്കൊരു പാട്ട് എഴുതി വലിയ ഉപകാരം. സത്യം പറഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അതെ അതെ. ഈ വീട്ടിൽ കയറി വരുന്ന മഹാലക്ഷ്മിയും കൊണ്ടുവരുന്ന കുപ്പി ഉപേക്ഷിക്കല്ലോ. പട്ടിണികളെന്ന് അപ്പൊ എഴുതിക്കോളൂ. അപ്പൊ 4 വരി ഇപ്പം കീച്ചാൽ മതിയായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്കൊരു കാര്യം കഴിയാം, ചാലക്കുടി ചന്തക്ക് പോവാം. അയ്യോ, ഇപ്പൊ എങ്ങനെ ഈ സമയം ഇപ്പൊ ഇത്തിരി വൈകിപ്പോയില്ലേ? അയ്യോ, കണ്ണാടി വെച്ച പാൽക്കുപ്പി ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ എന്നുള്ള പാട്ടിൽ തൊട പിടിക്കാന്നാ ഞാൻ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതാന്ന് പിടിച്ചോ. നല്ലതാ അച്ഛന്റെ ഇത് ചാലക്കുടി ചന്തക്ക് പോകുമ്പോ 1 2 3 4 പാലും കുപ്പി ചിഹ്നത്തിൽ മത്സരിക്കും നമ്മുടെ സാരഥി മീനാടൻ ശങ്കരൻ തന്നെയാണ്. ഇക്കൊല്ലവും ശങ്കരൻ തന്നെയാണ് ഞങ്ങളുടെ സാരഥി. വോട്ടെല്ലാം നിങ്ങൾ ചെയ്തിടണേ.
പാലും കുപ്പി ചിഹ്നത്തിൽ മത്സരിക്കൂ നമ്മുടെ സാരഥി മീനാടൻ ശങ്കരൻ തന്നെയാണ്. ഇക്കൊല്ലവും ശങ്കരൻ തന്നെയാണ് ഞങ്ങളുടെ സാരഥി. വോട്ടെല്ലാം നിങ്ങൾ ചെയ്തിടേ. നാടിന്റെ വികസനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയവനാ. നാടിന്റെ വികസനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയവനാ. സ്വന്തം കാര്യങ്ങൾ നോക്കാതെ നാടിന് വേണ്ടി ജനിച്ചവനാ. സ്വന്തം കാര്യങ്ങൾ നോക്കാതെ നാടിന് വേണ്ടി ജനിച്ചവനാ. പാലും പാലി ചിഹ്നത്തിൽ മത്സരിക്കും നമ്മുടെ സാരഥി മീനാടൻ ശങ്കരൻ തന്നെയാണ്. ഇക്കൊല്ലവും ശങ്കരൻ തന്നെയാണ് ഞങ്ങളുടെ സാരഥി. വോട്ടെല്ലാം നിങ്ങൾ ചെയ്തിടണേ. ഓക്കെ ഓക്കെ, വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട്. അപ്പൊ ആ പാട്ട് എനിക്ക് തന്നേക്കൂ. സന്തോഷമായി. ഓക്കെ, ഇതും കൂടി തന്നേക്കൂ. അല്ല അത് തന്നല്ലേ, എനിക്ക് തന്നല്ലേ ഇത്. അല്ല, പച്ചവെള്ളം കുടിച്ചാ ഫിറ്റ് ആവും. പച്ചവെള്ളം ഇത്. പിന്നെ എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്ന പച്ചവെള്ളല്ലേ? പച്ചവെള്ളം എന്റെ അതിനകത്ത് കിടക്കണം, നിന്റെ കുപ്പിയില കുടിക്കണേ. അപ്പൊ ശരി, അച്ഛന്റെ തുണ്ടരി. ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എന്റെ ജോലി നടക്കൂല, കൊച്ചുറങ്ങയൂല. എന്തൊരു കഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പക്കറ്റടയാളത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ബക്കറ്റാണ് നമ്മുടെ ചിഹ്നം. ബക്കറ്റാണ്, ബക്കറ്റാണ്. ബക്കറ്റിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് മന്മഥനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്. ബക്കറ്റ്, ബക്കറ്റ്. ചേട്ടാ, എനിക്ക് വയ്യ. ഇങ്ങനെ പോയി നമ്മളെ കൊച്ചിന് ഉറങ്ങാൻ പോലും പറ്റുമോ തോന്നില്ല. ഉറങ്ങാൻ പറ്റും. ഇലക്ഷനിൽ യോമാലിൽ ആരെങ്കിലും ഒരുത്തൻ ജയിച്ചിട്ട് പിന്നെയുള്ള ഒരു 5 വർഷം നമ്മുടെ കുഞ്ഞിന് സുഖമായിട്ട് ഉറങ്ങാം. അറിയാവോ? ആ പാലുപ്പി എടുത്തിട്ട് ബക്കറ്റ് കൊടുത്തോട്ട് എവിടെയെങ്കിലും പോടാ നീയൊക്കെ. മനുഷ്യനോട് കൊച്ചിന് ഉറങ്ങാൻ പറ്റില്ല. അറിയാമോ? അച്ഛന്റെ സുന്ദരി ബാബി.